പാലക്കാട് ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. ഒല്ലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം ഇന്നലെ രാത്രിയാണ് പുലിയിറങ്ങിയത്. പോലീസും വനംവകുപ്പും RTO സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടെ സാന്നിധ്യം ഉറപ്പാക്കാനായില്ലെന്നും പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പരിഭ്രാന്തിയിലാണ്? വനംവകുപ്പിന്റെ ഇടപെടലും ഏത് തരത്തിലാണ്? സുരേഷ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉള്ളത്. പാലക്കാട് ഒലവക്കോടാണ് ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് ചെടികൾ വളർന്നു നിൽക്കുന്ന ഭാഗത്താണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. ഈ ഒലവക്കോട് ഹരിതപുരി നഗറിൽ താമസിക്കുന്ന നൌഷാദാണ് ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് പിൻവശത്തെ കുറ്റിക്കാട്ടിൽ നായയെ പുലി പിടിക്കുന്നത് കണ്ടതായി വനംവകുപ്പ് അധികൃതരെ അറിയിച്ചത്. തുടർന്ന് പോലീസും വനംവകുപ്പ് RRT സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ സാന്നിധ്യം ഉറപ്പാക്കാനായിട്ടില്ല. അതേസമയം പരിശോധന തുടരുമെന്നും മേഖലയിൽ പുലി ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതുമാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ ഒലവക്കോടിന് തന്നെ സമീപത്ത് താണാവിൽ പുലി ഇറങ്ങി എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അവിടെയും ചില ആളുകൾ ഇങ്ങനെ പുലിയെ കണ്ടതായൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. പിന്നീട് അത്തരത്തിൽ അത് പുലിയല്ല, അല്ലെങ്കിൽ പുലിയെ കണ്ടില്ല എന്ന തരത്തിലും പിന്നീട് പറഞ്ഞിരുന്നു. ഏതായാലും ഈ ഒലവക്കോട് എന്ന് പറയുമ്പോൾ ജനവാസ മേഖല മാത്രമല്ല, ധാരാളം യാത്രക്കാർ വിവിധ നാടുകളിലേക്ക് പോകുന്നതിനും മറ്റുമൊക്കെ വരുന്ന പ്രധാന കേന്ദ്രമാണ്. പാലക്കാട്ടിലെ ഓരോ റെയിൽവേ ജംഗ്ഷനാണ്. ഈ മേഖലയിലേക്ക് കൂടെ പുലി എത്തി, അതായത് വനമേഖലയൊക്കെ വിട്ട് ഇത്തരത്തിൽ നഗര പ്രദേശത്തേക്ക് തന്നെ പുലി എത്തി എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. നിലവിൽ ഏതായാലും വനംവകുപ്പ് അവിടെ കൂടുതൽ പരിശോധന നടത്തും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അരുൺ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാടിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ നാടിറങ്ങുന്ന ഒരു സാഹചര്യം. പക്ഷേ ഈ വനംവകുപ്പിന്റെ ഭാഗത്തിനും സർക്കാരിന്റെ ഭാഗത്തിനും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. അതൊക്കെയും ശരിവെക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലേ? തീർച്ചയായും സുരേഷ്, ജില്ലയിൽ പ്രത്യേകിച്ച് ഇതിനു മുൻപ് മലമ്പുഴ കവഭാഗത്തും അകമലമാരം ഭാഗത്തുമെല്ലാം പുലിയെ കാണുകയും നായയെയും അതുപോലെ തന്നെ പശുക്കളെയും ഒക്കെ പുലി ആക്രമിച്ച് കൊല്ലുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ കഞ്ചിക്കോട്, അട്ടപ്പാടി തുടങ്ങിയ മേഖലകളിലൊക്കെ ഇങ്ങനെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. മുണ്ടൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലും ജനവാസ മേഖലകളിൽ പുലി ഇറങ്ങുകയും വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഇത് ഈ നഗര മേഖലയിലേക്ക് കൂടി പുലി എത്തി എന്ന തരത്തിൽ ആളുകൾ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, വനം വകുപ്പ് ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ പുലിയുടെ സാന്നിധ്യവും കാട്ടാനയുടെ സാന്നിധ്യവും ഒക്കെ ജനവാസ മേഖലയിൽ സ്ഥിരീകരിച്ചിട്ടും അതിനെ പിടികൂടുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. പലപ്പോഴും വനം വകുപ്പ് ഈ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുമ്പോൾ അവിടെ കൂടുകൊണ്ട് ചിലയിടങ്ങളിലൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷെ കൂട് കൃത്യമായിട്ട് ഈ പുലി വന്ന മേഖലകളിലെല്ലാം സ്ഥാപിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപവും ഉയരുന്നുണ്ട്. കാരണം ധോണി മേഖലയിൽ കഴിഞ്ഞ ദിവസം പുലിയെ കാണുകയും തുടർന്ന് വനംവകുപ്പ് കൂട് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ ഒരു നായയെ പുലി പിടിച്ച ഭാഗത്തല്ല, അതിന് പശുവിനെ പുലി പിടിച്ച ഭാഗത്തല്ല, അതിനെ ഒരു 100 മീറ്ററോളം മാറി മറ്റൊരു ഭാഗത്ത് കൊണ്ട് കൂട് സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ പുലിയെ അവർക്ക് കൃത്യമായി പിടികൂടാൻ കഴിയാത്തത് എന്ന തരത്തിൽ വിമർശനം ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ അകമലവാരത്തും കൂടും ക്യാമറയും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ കൃത്യമായി പുലി എത്തുന്ന മേഖലയിലേക്കല്ല ഈ കൂട് സ്ഥാപിക്കുന്നത് എന്ന തരത്തിൽ വിമർശനം ഉയരുന്നുണ്ട്. മലമ്പുഴ ശരി, ഏതായാലും മരുന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ അടിക്കടി ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോഴും സാന്നിധ്യം ഉണ്ടാകുമ്പോഴും വനവകുപ്പിന്റെ ഭാഗത്തിനും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തിനും കൃത്യമായി ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്.